ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെയും ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ED അവരുടെ ട്വിറ്റർ ഹാൻഡിലൂടെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് 31 കോടി ടെമ്പററി ഫ്രീസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അതിനോട് അനുബന്ധിച്ച് തന്നെ ഒരു പ്രസ് റിലീസും ഇന്നലെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇന്നാണ്. അപ്പോൾ അതിൽ വളരെ വ്യക്തമായിട്ട് ഇവരുടെ തട്ടിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവരുടെ തട്ടിപ്പുകൾ ED കണ്ടെത്തിയിരിക്കുന്നത്, എങ്ങനെയൊക്കെയാണ്, ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ പ്രസ് റിലീസ് 17/9/2024 അതാണിപ്പോൾ വെബ്സൈറ്റിൽ കാണിക്കുന്ന അവസാനത്തെ പ്രസ് റിലീസ്. അതാണ്. ഇന്ന് പുതുതായിട്ട് പ്രസ് റിലീസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെൻറ്റ് കൊച്ചി സോണൽ ഓഫീസ് ഹാസ് പ്രൊവിഷണലി അറ്റാച്ച്ഡ് മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് അസറ്റ് വാല്യൂസ് ₹31.05 crores in the case of Heinrich Ollens Group under the Prevention of Money Laundering Act PMLA 2002. The assets include several properties in the name of primary accused Pradhavan and Managing Director of Heinrich Ollens Private Limited and company Heinrich Ollens and the company, its group companies, his family members and other promoters who promoted the Ponzi scheme, Ponzi type money chain എന്ന് പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട്. അപ്പോൾ പ്രതാപൻ്റെയും കമ്പനിയുടെയും ബന്ധുക്കളുടെയും ഇതിനെ പ്രൊമോട്ട് ചെയ്തവരുടെയും കൂടി 31.05 കോടി രൂപ ഫ്രീസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്. അത് എങ്ങനെ സമ്പാദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോൺസി സ്കീം നടത്തിയിട്ട്, പോൺസി ടൈപ്പ് മണി ചെയിൻ സ്കീം കൃത്യമായിട്ട് പറയുന്നുണ്ട്. മണി ചെയിൻ നമ്മളൊക്കെ ED കണ്ടെത്തുന്നതിന് മുമ്പേ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് മണി ചെയിൻ ആണ്. അപ്പോൾ പോൺസി ടൈപ്പ് മണി ചെയിൻ സ്കീം ഫ്ലോട്ടഡ് ബൈ ദി കമ്പനി പ്രൊമോട്ട് ചെയ്തിരുന്ന കൊണ്ടു നടന്നിരുന്ന പോൺസി സ്കീം, money chain scheme. Further prosecution complaint has also been filed by ED. Prosecution complaint ED 31/8/2024 CBI 2 സ്പെഷ്യൽ കോർട്ടിൽ എറണാകുളത്തിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അഗനിസ്റ്റ് ആർക്കെതിരെയാണ്? പ്രതാപനെതിരെയും ശ്രീനയ്ക്കെതിരെയും ദിൻരാജിനെതിരെയും. ദിൻരാജിൻ്റെ പ്രത്യേകം പറയുന്നുണ്ട്, ദിൻരാജ് ദ മാസ്റ്റർ ബ്രെയിൻ ഓഫ് ആൾ ദിസ് തട്ടിപ്പ്. അപ്പോൾ ആൻഡ് കീ ലീഡേഴ്സ് ഓഫ് ദ fraudulent schemes. Honorable Court has taken cognizance of this PC. അപ്പോൾ കോർട്ട് അതൊക്കെ പരിശോധിച്ച് വരികയാണ് എന്നാണ് പറയുന്നത്. ED initiated investigation on the basis of several FIR registered by the Kerala Police under the provision of Section 420. നിങ്ങളിലൊക്കെ വായിക്കുന്ന ഹൈറിച്ച് ഒളികളൊക്കെ വായിക്കുന്ന 420 of IPC 1860 and multiple complaints received against Heinrich Group and its directors. അപ്പോൾ എങ്ങനെയാണ് ED ഈ കേസ് തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരള പോലീസ് നിരവധി FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടാതെ നിരവധി കംപ്ലൈൻറ്റുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ED കേസ് അന്വേഷിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അല്ലാതെ EDക്ക് അസൂയ തോന്നിയിട്ടല്ല എന്നാണ് ഹൈറിച്ച് ഒളികളോട് പറയാനുള്ളത്. ഇവർക്കൊക്കെ അസൂയ തോന്നിയിട്ടാണല്ലോ ഈ കമ്പനിക്കെതിരെ കേസെടുക്കുന്നതും പൂട്ടിക്കുന്നതും. അസൂയ തോന്നിയിട്ടല്ല, നിരവധി FIRകളുടെയും കംപ്ലൈൻറ്റുകളുടെയും അടിസ്ഥാനത്തിലാണ് ED കേസെടുത്തിരിക്കുന്നത് എന്ന് പറയുന്നു. ED investigation revealed that Pradhavan and his wife Srimati Sreena K.S. orchestrated the fraud by collecting amount from investors through multi-level marketing money chain circulation scheme. They have introduced several misleading campaigns such as Heinrich Ollens Shoppe. Heinrich Ollens Shoppe എന്ന് പറഞ്ഞാൽ ഗ്രോസറി മെമ്പർഷിപ്പ് പോർട്ടലാണ്. ഫാം സിറ്റി,
അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബാർഡിന്റെ അംഗീകാരമുണ്ട് എന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊന്ന് HROTT ക്രിയേറ്റഡ് OTT പ്ലാറ്റ്ഫോം ആൻഡ് ഇൻവൈറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ റിട്ടേൺ ഓഫ് ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഷെയർ നോട്ട് കൺസൈൻമെന്റ് അഡ്വാൻസ്, ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ HR coin and HRCC created by fake cryptocurrency ഉണ്ടാക്കിയിട്ടുണ്ട്. HR coin HRCC എന്ന് പറഞ്ഞിട്ട് ആർട്ടിഫിഷ്യലി മാനിപ്പുലേറ്റഡ് ദ പ്രൈസ് ഉണ്ടാക്കുക മാത്രമല്ല, അതിൻ്റെ പ്രൈസ് വളരെ കൂടി $17 $8 എന്നൊക്കെ പറഞ്ഞിട്ട് അത് ആർട്ടിഫിഷ്യലി മാനിപ്പുലേറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആസ് ടു കളക്ട് മണി ബൈ ലൂറിങ് ഇന്നസെൻറ്റ്, മറ്റുള്ള ആൾക്കാരെ മോഹിപ്പിച്ച് ഇതിലേക്ക് പൈസ ഇടാൻ വേണ്ടിയിട്ട്. ലൂറിങ് ഇന്നസെൻറ്റ് ഇൻവെസ്റ്റേഴ്സ് സ്റ്റേറ്റിംഗ് ദാറ്റ് ഇൻവെസ്റ്റേഴ്സ് വുഡ് ഏൺ ഹ്യൂജ് മണി ബൈ ഫർദർ ആഡിങ് മോർ ഇൻവെസ്റ്റേഴ്സ് അണ്ടർ ദ ബൈനറി ട്രീ. ഒരുപാട് ആൾക്കാരെ നിങ്ങളുടെ ട്രീയുടെ അടിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പൈസ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഇവരെയൊക്കെ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് എന്നും പറഞ്ഞിരിക്കുന്നു. More than 10 lakh members have been lured to subscribe through the above fraudulent modus operandi and have fallen prey to the Ponzi scheme. അപ്പോൾ ഇതിൽ 10 ലക്ഷത്തിൽ ആൾക്കാർ ഇതിൽ ജോയിൻ ചെയ്യുകയും ഇരയാവുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. Amount collected from the public by the accused was utilized for personal purpose and investment in several other personal properties. സ്വകാര്യ ആവശ്യങ്ങൾക്കും അത് സ്വത്തുകൾ വാങ്ങിക്കൂട്ടാനും വേണ്ടിയിട്ടാണ് ഈ പൈസയൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നും പറഞ്ഞിരിക്കുന്നു. The total proceeds of crime POC involved in this crime is 1651.65 കോടി രൂപയാണ്. 1651.65 കോടി രൂപയാണ് എന്ന് പറയുന്നു ED. അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് വർത്ത് 244.03 crores have already frozen under PMLA. 244.03 കോടി രൂപ ആൾറെഡി മരവിപ്പിച്ചിട്ടുണ്ട് എന്നും പറയുന്നു. പ്രതാപൻ KD was arrested on 4th July 2024 and is currently under judicial custody at District Jail Kakkanad, എറണാകുളം. പ്രതാപനെ ജൂലൈ 4 അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം ഇപ്പോഴും ജുഡീഷ്യൽ കസ്റ്റഡിയിലാണെന്നും പറയുന്നു. ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഈസ് അണ്ടർ പ്രോഗ്രസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ EDയുടെ ന്യൂസ് ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതൊന്നും മനസ്സിലാവാതെ ഇനിയും പൂളിംഗവും കാത്തിരിക്കുന്നവരോട് ഒന്നും തന്നെ പറയാനില്ല എന്നാണ് പറയാനുള്ളത്. പൂളിംഗവും കാത്തിരിക്കുക, എല്ലാവരും പൂളിംഗവും കാത്തിരിക്കുക. ബൈ.